നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഇത്രയും നാളായിട്ടും നമ്മൾ എല്ലാ ദിവസവും ആടിയും വഴക്കും ബഹളമായിരുന്നു. സമാധാനം എന്തെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പുതിയ വീട്ടിൽ വന്നിട്ടെങ്കിലും എനിക്ക് ഇച്ചിരി മനസ്സമാനം തരണം. നിങ്ങളുടെ കയ്യിലിരിപ്പ് നന്നായിരുന്നാലേ മനസ്സമാനം കിട്ടുള്ളൂ. സത്യത്തിൽ നീ എന്റെ ജീവിതത്തിൽ വന്ന പിന്നെ നീ എന്നെ എന്തൊക്കെയാ പഠിപ്പിച്ചേ? പാത്രം കഴുകാൻ പഠിപ്പിച്ചു, തുണി അലക്കാൻ പഠിപ്പിച്ചു, ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, വാട്ട് എ ബ്യൂട്ടി, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു. ഇനിയിപ്പോ നിന്റെ ഇവിടെ ആവശ്യമുണ്ട്, നിനക്ക് എന്റെ വീട്ടിൽ പോയി വായി വെച്ചോ ചുമ്മാ ഇരുന്നോളൂ. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് വേണമല്ലോ നിങ്ങൾക്ക് കണ്ണിൽ കണ്ട പെണ്ണുങ്ങളെയൊക്കെ വായി നോക്കി നടക്കേ. ഞാൻ ഇല്ല നിങ്ങൾ അങ്ങനെ സ്വൈരത്തോടെ ജീവിക്കണ്ട. എന്റെ പൊന്നു ഗീതു, നീ വിചാരിക്കുന്ന ഒരു സ്ത്രീലമ്പടനല്ല ഞാൻ. നിന്നല്ല വേറൊരു പെണ്ണ് ഞാൻ നോക്കാറും കൂടിയില്ല. എന്തോ നോക്കാറില്ല? എങ്ങനെ? മുന്നിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ ഒന്നും നോക്കുന്നല്ല ഞാൻ നോക്കാറില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ഏട്ടൻ പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഏട്ടാ, പണ്ടേ നമ്മൾ എന്റെ കൂട്ടുകാരി ആനീരെ കൊച്ചിന്റെ മാമോദിസയ്ക്ക് പോയില്ലായിരുന്നു? ആനി എന്ന് പറയുമ്പോ മറ്റേ ചുരുണ മുടിയോ? അയ്യോ അതല്ല, അവക്കൊന്നും പറ്റിയില്ല. അപ്പോഴേ എന്റെ കൂട്ടുകാരി റോസു അവിടെ ഒന്ന് തുറക്കുന്നുണ്ടോ? റോസു? അതെ, നമ്മളെ റോസുവിന് ഓർമ്മയില്ലേ? ആ, നമ്മുടെ റോസു മഞ്ഞേലി ചവന്ന സാരിയൊക്കെ കൊടുത്ത് കയ്യിലൊരു നീല നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് അവൾക്ക് വീട്ടിന് മറിയില്ലേ മോളെ? അന്ന് അവള് കറുത്ത കൊട്ട തൊട്ടെ എന്തൊരു സുന്ദരിയായിരുന്നു. മോഹനേട്ടന് പൊട്ട് വരെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ നിന്റെ കൂട്ടുകാരി ഞാൻ മറക്കുവോ? എന്നാ പറ, ഞാനൊന്ന് ഉടുത്തിരുന്ന സാരിയുടെ കളർ ഏതാ? എന്താ? ഞാൻ അന്ന് ഉടുത്തിരുന്ന സാരിയുടെ കളർ ഏതാണ്? നീ സാരി ഉടുത്ത? അല്ല, നൈറ്റി. ആ, വെറുതെ അല്ല എനിക്ക് ഓർമ്മ ഇട്ടത്. നൈറ്റ് എടുത്താരില്ല അങ്ങോട്ട് പോകും. പോടോ അവിടെന്ന്. എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു വായി നോക്കി കെട്ടിയവനാണല്ലോ കിട്ടിയത്. ഞാൻ പോണു. അയ്യോ റോസമതി പോലെ. റോസോ? അന്ന അകത്തേക്ക് വാ. പേരെന്താ? അയ്യോ ഗീത പോലെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ